മോഡിയെ 2 തെറി പറഞ്ഞാൽ അവരെല്ലാം ഓക്കെ. കമ്മ്യൂണിസ്റ്റാണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ചില പിന്നെ എന്താണ് രൂപങ്ങളാണ് ഇപ്പം ശനി രൂപം കൈകൊണ്ട് ഒരു കാര്യമില്ല, ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചത്. അടുത്ത വോട്ട് പിണറായി വിജയനുള്ള വോട്ടാണ്. പിണറായി വിജയൻ എന്നുള്ള CPM-നുള്ള വോട്ടൊന്നല്ല, പിണറായി വിജയൻ എന്നുള്ള ഭരണാധികാരിക്കുള്ള വോട്ടാണ്. പിണറായി വിജയൻ എന്നുള്ള ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ശക്തരായ ഹേറ്റേഴ്സ് പോലും അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ കഷത്തിലാണ് കോൺഗ്രസ്. 5-ാം പന്തി വേണ്ടാന്ന് ലീഗ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അന്ന് പോയ സാമുദായിക സമവാക്യമാണ്. എന്താ സംഭവിച്ചത്? പ്രോഗ്രസീവായ കുടുംബത്തിൽ വരുന്ന പിള്ളേർ എന്താവുന്നു? ഒന്നെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ആകുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കളാണെങ്കിൽ ഇപ്പം BJP ആവുന്നു. BJP ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നും കണ്ടില്ല, പക്ഷെ മറ്റേത് കുഴപ്പമാണ്. BJP രാജീവിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയർ അല്ല, സീറ്റാണ് പ്രധാനം. ഈ ഒരു സാഹചര്യത്തിൽ BJP അങ്ങോട്ട് തീരുമാനിക്കുകയാണ് CPM-നെ ജയിപ്പിക്കാൻ പറ്റും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കും തോറും നമുക്ക് ഒരു കാര്യം വ്യക്തമാവുകയാണ്: സംഘർഷഭരിതമായിരിക്കും, സംഭവബഹുലമായിരിക്കും നമ്മുടെ പ്രചാരണ രംഗം എന്ന്. കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനും ഏറെ മുൻപ് തന്നെ ഒരു തിരഞ്ഞെടുപ്പ് മൂഡിലേക്ക് കേരളം പോയി കഴിഞ്ഞിരിക്കുകയാണ്. ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, വെല്ലുവിളികൾ എല്ലാം നിറഞ്ഞിരിക്കുകയാണ്. LDF-നെതിരെ ഉന്നയിക്കപ്പെടുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആരോപണം വർഗീയ പരാമർശം നടത്തി എന്നുള്ളതാണ്. ലീഗിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് UDF-ന് എതിരായിട്ടുള്ള പ്രചാരണങ്ങൾ എന്നുള്ളത് മറ്റൊരു കാര്യം. വേറൊന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ട്വിസ്റ്റിലെത്തി നിൽക്കുകയാണ്. ഇതെല്ലാം കൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, ഇതൊരു സംഭവബഹുലമായ ദിവസത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന്. പരിശോധിക്കാം നമുക്ക് ഈ കലക്ക വെള്ളത്തിൽ ആരായിരിക്കും മീൻ പിടിക്കാൻ പോകുന്നതെന്ന്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്ത് തോന്നുന്നു? തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷെ നമുക്കറിയാം എപ്പോഴായിരിക്കും, ഏതാനും മാസങ്ങൾക്കകത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ തന്നെ ഈ ഗിയർ ഒരു ടോപ്പ് ഗിയറിലേക്ക് അടുത്തെത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു പ്രചാരണത്തിൽ ഓരോ പാർട്ടികളുടെയും. LDF-ൻ്റെ കാര്യം എടുത്ത് പരിശോധിക്കാം. ഭരിക്കുന്ന പാർട്ടിയാണ്, മുന്നണിയാണല്ലോ. അവരുടെ സ്ഥിതി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവിയായിരുന്നു ഫലമെങ്കിൽ അവർക്ക് പൂർണ്ണമായും നിരാശപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോഴും പക്ഷേ ആശയ്ക്ക് എത്ര വകയുണ്ട്? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോൽവി അപ്രതീക്ഷിതമായിരുന്നു. UDF കുറച്ച് നില മെച്ചപ്പെടുത്തും, BJP നില മെച്ചപ്പെടുത്തും എന്നല്ലാതെ തോൽവി പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തോൽക്കാൻ കാരണങ്ങളുണ്ടായിരുന്നില്ല. കാരണം അവരുടെ മുന്നണി സംവിധാനം ഭദ്രമാണ്. പിന്നെ ഈ CPI ഉണ്ടാക്കുന്ന അസ്കിതയേ ഉള്ളൂ. CPIക്ക് അസ്കിത ഉണ്ടാക്കാൻ ബിനോയ് എന്ന വെള്ളാപ്പള്ളിനോട് ഇപ്പം സന്ധി പ്രഖ്യാപിച്ചിരിക്കില്ല. എനിക്കത് ഏത് പ്രഖ്യാപിക്കുന്നു? അതിന് ശേഷി ഉണ്ടെങ്കിലല്ലേ യുദ്ധം ചെയ്തിട്ട് കാര്യമുള്ളൂ. അമേരിക്കയാണ് ഉഗാണ്ട യുദ്ധം ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? വെള്ളാപ്പള്ളിനോട് അങ്ങനെ യുദ്ധം ചെയ്ത് എന്ത് ചെയ്യാൻ? അങ്ങനെ വിലക്കെടുക്കാനുള്ള ആൾബലവും അല്ല, ആ സംഘടനയെ മൊത്തം എടുക്കാനുള്ള ആൾബലവും സാമ്പത്തിക ബലമുള്ള ആളാണ് വെള്ളാപ്പള്ളി. അതിനെ വെള്ളാപ്പള്ളിനോട് കളിക്കാൻ പോകുന്നു. അതല്ലാതെ അവർക്ക് മറ്റു പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭരണം കുഴപ്പമില്ല, ജനങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഭരണമാണ്. പിന്നെ ചില ആളുകൾ, ഈ പാർട്ടിക്കാർ എന്ന് അഭിനയിച്ച് കിടന്ന ചില കുറുക്കന്മാരും, ആ കുറുക്കന്മാരുടെ തനിനിറം കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തായി. ഈ ചാനലിലൊക്കെ പോയി ഉണ്ടാക്കിയിട്ടുള്ള ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചില കഴിവില്ലാത്തമ്മമാരെ പിണറായി ചില സ്ഥലങ്ങളൊക്കെ നിയോഗിച്ചാൽ അവരുണ്ടാക്കിയ അത് അടുത്ത കാലത്ത് ഉണ്ടാക്കിയത് ചില നെഗറ്റീവ് ഇംപ്രഷൻസ്, നാണക്കേടുകളോ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതർവൈസ് പോസിറ്റീവ് നോട്ടായിരുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ ബൂത്തിൽ തമ്മിലുള്ള ആളുണ്ടായിരുന്നില്ല പല സ്ഥലത്തും. ഓക്കെ. BJP നല്ല ഗ്രൂപ്പുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ അങ്ങനെ പരാജയം അവർ അർഹിച്ചിരുന്നില്ല, അവർ വിചാരിച്ചിരുന്നില്ല. പക്ഷേ ശബരിമലയിലെ സ്വർണ്ണ മോഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയം അത് ജനങ്ങളുടെ വലിയ ചർച്ചയായി. പിന്നെ ഈ ചില CPM-ൻ്റെ നേതാക്കന്മാരടുത്ത ചില പ്രസ്താവന, അഹങ്കാരം വന്നിരുന്നു. ഓക്കെ. അതെല്ലാം കൂടി ജനങ്ങൾ എന്നാൽ അങ്ങനെ അഹങ്കരിക്കേണ്ട, മലയാളിയല്ലേ എന്നുള്ള ഒരു തോന്നലിൽ ആണ് തിരിച്ചു കുത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഫാക്ടർ, ഈ അഹങ്കാരം ഫാക്ടർ വലിയ രീതിയിൽ അവർക്ക് തിരിച്ചടിയായെന്ന് തോന്നുന്നു. അത് ഈ നമ്മൾ താഴെത്തട്ടിൽ ഈ ഏരിയ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി എന്നുള്ള സെറ്റപ്പൊക്കെ അവർക്കുണ്ടല്ലോ. ഈ അവിടെയുള്ള നേതാക്കന്മാരൊക്കെ അവന്മാരാണ് രാജാക്കന്മാർ എന്നുള്ള തരത്തിലേക്ക് അല്ല, ഇതിൻ്റെ പ്രശ്നം ഈ മണ്ടന്മാർക്ക് അറിയില്ല. ഈ മണ്ടന്മാരെ, ഈ താഴെത്തട്ടിലുള്ള മണ്ടന്മാരെ വിചാരം എന്ന് വെച്ചാൽ ചരിത്രം അവരോടുകൂടി അവസാനിക്കുന്നു എന്നുള്ളതാണ്. ചരിത്രത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും ചെറിയ വീഴ്ചകൾക്കൊന്നും ജനങ്ങൾ വിലയിരുത്തി കളയും. ലോകത്തുള്ള പല ഏകാധിപതികളും മോശക്കാരെന്നായിരുന്നില്ല. പക്ഷേ ഏകാധിപതികൾ വീഴുന്നതെന്ന് വെച്ചാൽ അവർ കൂടുതലുള്ള ആളുകൾ ഇത് മണ്ടത്തരങ്ങൾ അവർ പ്രൊട്ടക്റ്റ് ചെയ്യും. കരുണാകരൻ വീണത് അങ്ങനെയാണ്. കരുണാകരനെ ആ ശ്രീവാസ്തവനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയാണ് കരുണാകരന് പോകേണ്ടി വന്നത്. അപ്പോൾ അത് എതിരാളി നന്നായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത്. കരുണാകരൻ ഏകാധിപതി ഒന്നും ആയിരുന്നില്ല കേട്ടോ, എക്സാം പവർഫുൾ ലീഡർ എന്ന രീതിയിലാണ്. ഹിറ്റ്ലറിനൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു പ്രോബ്ലം
സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പല താഴെത്തട്ടുള്ള ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഈ ബി ജെ പി 10-20 കൊല്ലം കഴിഞ്ഞ് വരുന്നവരെ നമ്മൾ തന്നെയായിരിക്കും ഭരിക്കുക. അങ്ങനെ വിചാരിക്കരുത് രാഷ്ട്രീയത്തിൽ. എന്നോട് ഒരാൾ പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ ട്രെയിനിൽ തൃശ്ശൂരേക്ക് പോകുമ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. ഫക്രുദ്ദീൻ അല്ലേ? ആ, സി പി എം തന്നെയാണ്, നമ്മളെ പണ്ടത്തെ പെർഫോമൻസിനൊക്കെ ഭയങ്കര ഫാനാണ്. അപ്പോൾ എന്നോട് ഇപ്പം എന്താണ് നമുക്ക് വേണ്ടി സംസാരിക്കാത്തതല്ല. ഞാൻ പറഞ്ഞത് പോസിറ്റീവായ കാര്യങ്ങൾ പറയുന്നുണ്ട്, നെഗറ്റീവ് ഞാൻ അധികം കമൻറ്റ് ചെയ്യാൻ പോകാറില്ല. ഇത്രയൊക്കെ പറ്റുള്ളൂ. അത് ഞാൻ പാർട്ടിക്കാരനൊന്നല്ലല്ലോ. ഇനി പാർട്ടി പ്രതിപക്ഷത്ത് വരുമ്പോൾ ഞാൻ സംസാരിക്കും. പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഭരണപക്ഷത്തിരിക്കുമ്പോൾ അല്ല. കാരണം നമുക്കിതുകൊണ്ടൊന്നും നേടാനൊന്നുമില്ല. അതുകൊണ്ട് ഭരണപക്ഷത്തിരിക്കാൻ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നമ്മൾ ആ പാർട്ടിയോടുള്ള നമ്മളെ മാനസിക ഐക്യവും പിന്നെ കേരളത്തിൽ നല്ലത് ആ പാർട്ടി എന്നുള്ളത് തോന്നലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഇങ്ങനെ ഇവിടെ വന്നു അതുവരെ അങ്ങനെ പാവമായിട്ടൊരു വിനയാനിത എന്ന് അങ്ങേര് പെട്ടെന്ന് രൗദ്രരൂപം വേണം. അതിനൊന്നും ആവശ്യം വരില്ല, നമ്മൾ തന്നെ ഭരിക്കും. നമ്മൾ തന്നെ ഭരിക്കും. അപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞാൽ അയാളെ മുഖം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇനിയിപ്പോൾ അവർക്ക് ഈ ഒരു തിരിച്ചടി ഓക്കെ നമ്മൾ നോക്കുന്നു. ഈ പട്ടാളക്കാരുടെ അഹംഭാവം അതൊരു വശത്ത് നിൽക്കുന്നു. ചില ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ള മോശം ഈ സൈബർ ഇടങ്ങളെന്ന് തോന്നിയിട്ട് പാർട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ പലരും സഹാക്കളല്ല. അതിൽ പല സ്ഥലത്തും പാർട്ടി ഇടതുപക്ഷ ലൈനിൽ നിന്നുകൊണ്ട് യൂട്യൂബൊക്കെ ചെയ്യുന്ന പല ആളുകളും ഒരിടതുപക്ഷ സ്വഭാവം ഇല്ലാത്ത, ഇപ്പം കാനഡയിലെ ആൻറ്റി ഉണ്ട്, അവർക്ക് എന്താ ഇടതുപക്ഷ സ്വഭാവം ഉള്ളത്? അവരുടെ ചാനൽ ജോയിൻ ചെയ്തിട്ട് തൊഴിലാളികൾ തന്നെ ഓടിച്ചു വിട്ടായിരുന്നില്ലേ? അവരാണ് ഇടതുപക്ഷത്തിന് ഭയങ്കര ഉപയോഗം. മോഡിയെ 2 തെറി പറഞ്ഞാൽ അവരെല്ലാം കമ്മ്യൂണിസ്റ്റാണെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ചില പിന്നെ എന്താണ് രൂപങ്ങളാണ് ഇപ്പം തനി രൂപം കൈകൊണ്ട് ഒരു കാര്യമില്ല, ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചത്, പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചത്. അന്നേ നമ്മളൊക്കെ വിചാരിക്കും ഇതൊക്കെ നാളെ പോകും, നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും നമ്മൾ വിചാരിക്കും. അതേപോലെ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ പിന്നെ 2 ഈ ഇസ്ലാമിസ്റ്റുകൾ. ഈ പിണറായിക്ക് ഒരു പൊതുവെ മുസ്ലിങ്ങളോട് ഒരു വെറുപ്പില്ലല്ലോ അദ്ദേഹത്തിന്. പലർക്കും മുസ്ലിങ്ങളെ പുറത്ത് സ്നേഹം കാണിക്കുക, ഉള്ളിൽ വെറുപ്പാണ് രാഷ്ട്രീയക്കാർക്ക്. പിണറായിക്ക് അതില്ല, അത് മുസ്ലിംസിന് വെറുപ്പില്ല, മാത്രമല്ല അത് സ്നേഹമുണ്ട്. സ്നേഹമുള്ളതുകൊണ്ട് നല്ല റിയാസിന് മോളെ കെട്ടിക്കൊടുത്തത്, അത് പിണറായി ചെല്ലണം കഴിച്ചു. ഇനിയിപ്പോൾ അങ്ങനെ വ്യാഖ്യാനിക്കണ്ട, അത് പിണറായി ചെല്ലണം കഴിച്ചത്. അപ്പം അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനിയിപ്പം ഇവരുടെ കൂടെ എന്നാൽ ഹിന്ദുക്കളെയും കൂടി സപ്പോർട്ട് ചെയ്ത് നമ്മൾ അജണ്ട നടപ്പിലാക്കാൻ വിചാരിക്കുക കുറേ ഈ സി പി എമ്മിന് തോന്നി പോയിട്ടുണ്ട്. അവരുടെ പാർട്ടി റാങ്ക് ആൻഡ് ഫയലിലേക്കൊന്നും അവർ മുകളിലോട്ട് വിടുന്നില്ല. പക്ഷേ ഇവർ ഈ സൈബർ ഫിസിക്സ് ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ പാർട്ടിയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ, ഇസ്ലാമിസത്തെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളെ ചീത്ത പറയാൻ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാൻ വരുന്ന ഇവന്മാരാണ്. ഇവന്മാർ മറ്റുള്ളവരെ ഇപ്പം വെള്ളാപ്പള്ളിയിലൊക്കെ പച്ച തെറി പറയുമ്പോൾ അത് ഉണ്ടാക്കുന്നതിന് ഇമ്പാക്റ്റ് ഈ സൈബർ സ്പേസിൽ ഭയങ്കര നെഗറ്റീവാണ്. തീർച്ചയായിട്ടും വെള്ളാപ്പള്ളീനെ ബഹുമാനിക്കുന്ന ഒരുപാട്, വെള്ളാപ്പള്ളി ഇഷ്ടമല്ലെങ്കിൽ പോലും അയാൾ ഞമ്മലാണെന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ഇനി ഇങ്ങനെ പുറത്തുനിന്ന് ഒരു മേത്തം വന്ന് ചീത്ത പറയുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് ആൻറ്റിയിലൊക്കെ ചീത്ത പറയുന്നത്. എന്നപ്പം പിന്നെ വെള്ളാപ്പള്ളി നമ്മളാളല്ലെങ്കിൽ നമ്മളാളാന്ന് വിചാരിക്കുന്ന ആളുകൾ എണ്ണവും കൂടുതലാണ്. ഇതൊക്കെ സൈക്കോളജിക്കലാണ്. അതെ. അപ്പോൾ അത് ഒരു ഫാക്ടറാണ്. ഇവന്മാരൊക്കെ നിൽക്കേണ്ടത് ഏതാ പറഞ്ഞത്. ഞാൻ പലപ്പോഴും നിങ്ങൾ പറയാറുണ്ട്, ഈ ചാനൽ ചർച്ചയ്ക്കൊക്കെ നമ്മൾ ആളുകൾ നിങ്ങൾ ഇടത് നിരീക്ഷകരെന്ന് വിളിക്കില്ല. എന്നെയൊക്കെ മുമ്പ് വിളിച്ചിരുന്നു. എന്നെയൊക്കെ വിളിക്കുന്ന കാര്യം ഞാൻ സഭയ്ക്കാരനായിരുന്നു. അതെനിക്ക് CPI ആയിട്ട് നല്ല വന്നത്. അവരുടെ നവയുഗത്തിൻ്റെ എഡിറ്ററായിരുന്നു. അവന് CK പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തെന്നുള്ളൂ. ഈ ബന്ധസഭ ആയിട്ടാണ്. ദേശാഭിമാനിയിൽ എഴുത്ത്, ചിന്തയിൽ പബ്ലിക്കേഷൻ. ആ സമയം തൊട്ട് അങ്ങനെയുള്ള ഒരാളാണ്. വേറെ അതിൻ്റെ മുമ്പ് എന്ന് KE തന്നെയാണ്. KE പാർട്ടിക്കാരനാണ്. എനിക്കിൻ്റെ പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലായിരുന്നു. പിന്നെ വേറെ ഒന്നാണ് ഹസ്കർ, അയാൾ പാർട്ടിക്കാരനാണ്. ഡോക്ടർ ജയരാജ്, അയാൾ SFIക്കാരനാണ്. അസ്കറിൻ്റെ നിലപാട് കൂടുതൽ ഇടതുപക്ഷ നിലപാടിലേക്ക് പോയി എന്നുള്ളൂ. പാർട്ടി കുറച്ച് ഇടതുപക്ഷ നിലപാട് വെള്ളം ചേർക്കുന്നതും അസ്കർ അതിനെതിരെ പ്രതികരിച്ചു, അല്ലെ ഇടതുപക്ഷം അല്ലാതാവുകയല്ലേ ചെയ്തത്. പിന്നുള്ളത് ജയചന്ദ്രൻ, അയാൾ CPM അല്ല, പക്ഷേ അതിലും കൂടി നെക്സലോ മറ്റായിരുന്നു. അല്ല, ഒരു കാര്യം കൂടി ഞാൻ ഹസ്കറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ മാന്യനായ ഒരു നിരീക്ഷകനാണ്. ആ മാന്യമായിട്ട് മാത്രം മാന്യതയുടെ അതിരുവിട്ട് അദ്ദേഹം ഒരിക്കലും പോലും SFI ബാക്ക്ഗ്രൗണ്ടാണ്, ഒരിക്കലും മാന്യത കൈവിട്ടു. SFI ബാക്ക്ഗ്രൗണ്ടാണ്. ഈ പാർട്ടി എന്ന് വെച്ചാൽ ഇത് കോൺഗ്രസിനെ പോലെ എന്ത് വൃത്തിയായിട്ട് ന്യായീകരിക്കേണ്ട ഒരു സംവിധാനം അല്ല. ഉള്ളിൽ തന്നെ ഇപ്പം എന്നോടൊക്കെ തന്നെ അന്ന് ഞാൻ ഇടതുപക്ഷ നിരീക്ഷകനായി ചർച്ച പങ്കെടുത്ത സമയത്ത് പാർട്ടി നേതാക്കന്മാർ പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങളെപ്പോലുള്ള ആളുകൾ നിങ്ങളെടുക്കുന്ന നിലപാടാണ് ശരി, എല്ലാത്തിനും പാർട്ടി ന്യായീകരിക്കാൻ വേണ്ട, തെറ്റ് കണ്ടാൽ പറയണം. പാർട്ടി ന്യായീകരിക്കാൻ നമ്മൾ പാർട്ടിക്കാരെ വിടുമല്ലോ. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഞങ്ങൾ തെറ്റ്, അങ്ങനെ അതാണ് അവരുടെ ശരിക്കുള്ള അഭിപ്രായം. അല്ലാതെ എല്ലാ തെറ്റിനും ന്യായീകരിക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരാളെ വിടാത്തത്. അവരാളെ വിടാത്ത നിങ്ങളവിടെ പോയിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ട ആവശ്യമില്ല. അതിൽ ഭയങ്കരമായിട്ട് കോർണർ ചെയ്യുമ്പോൾ ഡിഫെൻഡ് ചെയ്യാം, പക്ഷേ തെറ്റായി തന്നെ പറയണം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകൾ വന്നാൽ സൈബർ സ്പേസ് പിടിച്ചെടുക്കുമ്പോൾ ഒന്ന് ഇവരൊക്കെ കാണാതെ പോവുകയും അല്ലെങ്കിൽ ഇവരൊക്കെ തന്നെ ഈ പരിപാടി നിർത്തിപ്പോവുകയും ചെയ്യും. ഞാനങ്ങനെ നിർത്തിപ്പോയ ഒരാളാണ്. എനിക്ക് കണ്ട അവതാരത്തിൻ്റെ കൂടെ ഇവനൊക്കെ വല്ല എന്തെങ്കിലും തട്ടിപ്പ് നടത്തിയ അവസാനം ആളുകൾക്ക് അവനെയൊന്നും അറിയില്ല, നമ്മളെയൊക്കെ പേരേ വരുള്ളൂ. അപ്പോൾ അത് നിർത്തിപ്പോയതാണ്. അല്ലേ,
ഇതിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതാണ് അവസ്ഥ. ഇനി ഫൈനൽ റിസൾട്ട് എങ്ങനെ വരുമെന്ന് നമുക്ക് പിന്നീട് അപ്പം പറയാം. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, അപ്പം അങ്ങനെ അടി കിട്ടി. ഉം. ആ അടി കിട്ടിയപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPM-മാർ പിന്നെ ഈ വെറുതെ ഈ കണക്കൊന്നും എടുത്ത് പറയുന്ന കാര്യമില്ല. എങ്കിൽ പോലും നിയമസഭാ നിയോജക മണ്ഡലങ്ങളുടെ കണക്കെടുക്കുമ്പോൾ 2 പ്രമുഖ മലയാളം ചാനലുകൾ നടത്തിയ കണക്കനുസരിച്ചിട്ട് 10 സീറ്റ് 20 സീറ്റിനൊക്കെ വ്യത്യാസമേ ഉള്ളൂ. അതെ. അത് പല സ്ഥലത്തും 5000 വോട്ട് താഴെയാണ് ഭൂരിപക്ഷം. 1000-ൽ താഴെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം പ്രോബ്ലം എന്താണ് കിടക്കുന്നത്? അടുത്ത വോട്ട് പിണറായി വിജയനുള്ള വോട്ടാണ്. പിണറായി വിജയൻ എന്നുള്ള CPM-നുള്ള വോട്ടൊന്നല്ല, പിണറായി വിജയൻ എന്നുള്ള ഭരണാധികാരിക്കുള്ള വോട്ടാണ്. പിണറായി വിജയൻ എന്നുള്ള ഭരണാധികാരി അദ്ദേഹത്തിൻ്റെ ശക്തരായ ഹേറ്റേഴ്സ് പോലും അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അതിനുശേഷം ഇപ്പം ജനങ്ങളുടെ അഭിപ്രായം അറിയാനുള്ള സർവേയൊക്കെ തുടങ്ങി. കാര്യം പിണറായി വളരെ കോൺഫിഡൻ്റ് ആണ്. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് അവർ ഇപ്പോൾ അടിക്ക് നിൽക്കുന്നില്ല, സതീശനെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഇലക്ഷന് ശേഷം എന്ത് സംഭവിക്കുന്നത് പേടി നാട്ടുകാർക്കുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു കാര്യം, മുസ്ലിം ലീഗ്, അതെ, അതിലേക്കാണ് ഞാൻ വരാൻ ആഗ്രഹിച്ചത്. ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ് ലീഗിൻ്റെ നിലപാടുകൾ. അല്ല, സത്യമാണത്. എന്തുകൊണ്ടാണ് 2 തവണ UDF പുറത്തിരിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് BJP ഇത്രയും വലിയൊരു വളർച്ച കേരളത്തിൽ ആ ഒരു സമയത്ത് 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയത്? എന്തുകൊണ്ടാണ് പിണറായി വിജയൻ കംഫർട്ടബിളായിട്ട് ജയിച്ചു വരുന്നത്? ഇതിൻ്റെ ഒറ്റ കാരണമുള്ള 5-ാം മന്ത്രി. 5ാം മന്ത്രിസ്ഥാനം ഡിമാൻഡ് ചെയ്തത് അല്ലേ? നിങ്ങൾക്കൊക്കെ ഷോർട്ട് മെമ്മറി ആയിരിക്കും, ഇവിടെ മെമ്മറിയുള്ള ആളുകളുണ്ട്. അതെ. 5-ാം മന്ത്രി അന്ന് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ അത് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റാണ്. അഹങ്കാരമായിരുന്നു. കോൺഗ്രസ് ഇത്ര സീറ്റുകൾ, ഞങ്ങൾ ഇത്ര സീറ്റ്, 5-ാം മന്ത്രി കിട്ടിയേ തീരൂ. അബ്ദുള്ള എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി, എളുപ്പം ജമാഅത്തെ ഇസ്ലാമി അല്ല, ചാനലിൽ വന്ന് പറയുന്നു 5-ാം മന്ത്രി സ്ഥാനം നമുക്ക് അവകാശപ്പെട്ടാണ്, ജനസംഖ്യ പ്രാതിനിധ്യ പിന്നെ ശതമാനം അനുസരിച്ച് അതിലും കൂടുതൽ കിട്ടണം, പക്ഷേ 5-ാം മന്ത്രി നമുക്ക് കിട്ടിയേ തീരുള്ളൂ. ആൺകുട്ടികളാണ് നിങ്ങൾ പോയി മേടിക്കുന്നത് ലീഗുകാരോട്. ലീഗുകൾ ആൺപിള്ളേരായി അവർ പോയി മേടിച്ച്. പക്ഷെ അവർക്ക് അറിയില്ലായിരുന്നു അവർ നിൽക്കുന്ന അവരത് ദ്വീപാണെന്നും ഇവിടെ സമുദ്രം ഉണ്ടെന്നും ആ സമുദ്രത്തിൻ്റെ 50% ഹിന്ദുക്കളാണെന്നും ബാക്കി അതിൻ്റെ 20-28 അല്ലെങ്കിൽ 20% എങ്കിലും ക്രിസ്ത്യാനികളാണെന്നും അവർക്കറിയില്ലായിരുന്നു. അല്ല, ഈ അദ്ദേഹം അങ്ങനെ അന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ വേറൊരു സംഭവം ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. 20% വരുന്ന മുസ്ലിങ്ങൾ വിചാരിച്ചാൽ ആയുധമെടുത്താൽ ഹിന്ദുക്കളെ തുരത്താൻ സാധിക്കുമെന്നുള്ള ഒരു പരാമർശം വരുന്നതായി ട്രോളുകൾ വരുന്നുണ്ട്. അയാൾ പറഞ്ഞോ? അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക്, അതെ, അദ്ദേഹത്തിൻ്റെ വാക്ക് ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്. ഉണ്ടയാണ്. ആ 20% വേണ്ട. ഇവിടെ ഏറ്റവും ചെറിയ വിഭാഗമാണ് ബ്രാഹ്മൺസ്, 0.2% ഇവിടെ ഉള്ളൂ. അവർ വിചാരിച്ചാലും പ്രശ്നം കണക്കുണ്ടാക്കാം. അവർ വിചാരിക്കില്ല, പ്രശ്നം ഉണ്ടാക്കാൻ പറ്റും. അതിന് ബോംബ് അവിടെ ഇടാൻ വെച്ചാൽ പോലെ, അതിന് വലിയ എളുപ്പം വീരുത്വമല്ലേ. പക്ഷേ ഇത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഒരു അല്ലല്ല, ഈ ആയുധം എടുത്തിരുന്നല്ല പല സ്ഥലത്തും മേടിച്ച് കൂട്ടിയതല്ലേ. മാറാട് ആയുധം എടുത്തിട്ട് മേടിച്ച് കൂട്ടാതിരിക്കാൻ കാരണം CPM നടുവിലുള്ളതുകൊണ്ടാണ്. നാദാപുരത്ത് മേടിച്ച് കൂട്ടിയില്ലേ ബേഷായിട്ട്, കോയമ്പത്തൂർ മേടിച്ച് കൂട്ടിയില്ലേ, ബോംബെയിൽ മേടിച്ച് കൂട്ടിയില്ലേ, ഗോത്രയിൽ മേടിച്ച് കൂട്ടിയില്ലേ, എന്നിട്ട് മറ്റുള്ളവർ ഞങ്ങൾ ആക്രമിച്ച് അന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എടുത്തിട്ട് എന്തേ നടന്നില്ലല്ലോ. 1921 ആയുധം എടുത്തില്ല, എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാർ അത് ഞെരങ്ങിയതായിരുന്നില്ലേ വീടുകളിൽ? എവിടെയൊക്കെ അവിടെ ഏതൊക്കെ ടൈപ്പ് മനുഷ്യന്മാരുണ്ടായിരുന്നു എന്നോട് പറയിപ്പിക്കണം. അല്ല, ഇതിപ്പോൾ AK ബാലൻ ഈ ഒരു വിഷയം പറഞ്ഞു. അതായത് ഇനി UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ മാറാട് പോലുള്ള കലാപങ്ങൾ ഉണ്ടാകുമെന്ന്. അതിന് ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് UDF-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മുഖ്യമന്ത്രിയും പറഞ്ഞു അദ്ദേഹം മാറാട് കലാപത്തെക്കുറിച്ച് അല്ല അത് അതിലെന്താണ് പ്രശ്നം? അതിൻ്റെ മുമ്പ് അത് പറഞ്ഞത് നമ്മളല്ലേ. അതെ, പിണറായിൻ്റെ 10 വർഷത്തിനിടയ്ക്ക് വർഗീയ കലാപങ്ങളില്ല. കേരളത്തെ പിടിച്ചൊരുക്കിയ വർഗീയ കലാപം നടന്ന മൊത്തം UDF ഭരിക്കുമ്പോഴാണ്. ഓരോന്നും എടുത്തു നോക്കിയാൽ മതി. പിണറായി LDF ഭരിക്കുമ്പോഴല്ല. പിന്നെ VS ഭരിക്കുമ്പം ഭീമാപ്പള്ളിയിലെ വെടിവെപ്പ് ഉണ്ടായെന്നുള്ളത് ശരിയാണ്. ഭീമാപ്പള്ളി കുറേ നോട്ടിഫൈഡ് ആയിട്ടുള്ള ഏരിയ ആയിരുന്നു. അപ്പം പക്ഷേ ആ വെടിവെപ്പ് പ്രശ്നമുണ്ട്, അത് കുട്ടികളൊക്കെ മരിച്ചിട്ടുണ്ട്, അത് അട്രോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അത് കലാപം എന്നായിരുന്നില്ല ആ രീതിയിൽ. പക്ഷേ പിന്നെ ഇത് കലാപങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം LDF പിണറായി കഴിഞ്ഞാൽ 10 വർഷത്തിനിടയ്ക്ക് കലാപങ്ങൾ ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ അതേ ഭരണ നേട്ടമാണ്. UDF ഭരിക്കുമ്പോൾ അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. മാറാട് കലാപം ഉണ്ടായിട്ടുണ്ട്, ചെറുതും വലുതായിട്ട് സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ 2 ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ കഷത്തിലാണ് കോൺഗ്രസ്. 5-ാം മന്ത്രി വേണ്ടാന്ന് ലീഗ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അന്ന് പോയ സാമുദായിക സമവാക്യമാണ്. അന്ന് എന്താ സംഭവിച്ചത്? NSS SNDP തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞുകൊണ്ട് അവരിങ്ങോട്ട് ഒന്നിച്ചു. അവർ പിന്നെയും ഈ രാഷ്ട്രീയക്കാരുടെ കളിച്ച് അവർ വേർപെട്ട് പോയിട്ടുണ്ട്. ആ വികാരം എപ്പോഴും സ്ട്രോങ് ആണ്. ആ വികാരം സ്ട്രോങ് ആയതിൻ്റെ പോലെ തന്നെ ഈ BJP BDJS വന്നതോടുകൂടി BJP കയറി ഇത്രയും. അതാണ് BJPയുടെ ഒരു ലോഞ്ചിങ് പാട് കേരളത്തിൽ. BDJS ഇപ്പം ഡെസിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ തുഷാറിൻ്റെ അതിന് പങ്കുണ്ട്. തുഷാർ ഭരണം അല്ലെങ്കിൽ ഇത് പാർട്ടിയെ നന്നായി കൊണ്ടുനടക്കേണ്ടത് ചുമതല തുഷാറിനുണ്ടായി. തുഷാർ ചെയ്തില്ല. പക്ഷേ BJP അതിൻ്റെ മുകളിൽ പിടിച്ച് കയറി.
അതുകൊണ്ട് ഈ 5-ാം മന്ത്രി വിവാദമാണ്. എന്താ ഞങ്ങൾ ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം വേണം, നിയമസഭാ അംഗങ്ങളുടെ അനുപാതത്തിൽ പ്രാതിനിധ്യം വേണം എന്ന് പിണറായിനോട് അറിയാത്തത് ഒന്നുകൂടായിരുന്നു. നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ, എന്താ ചെയ്യാത്തത്? പിണറായി 10 നായന്മാരാണ് മന്ത്രിസഭയിലുള്ളത്. നായന്മാരുടെ താരതമ്യേന കുറവാണ് CPM. എന്താ ആരും പറയാത്തത്? വെള്ളാപ്പള്ളി പോലും പറഞ്ഞിട്ടില്ലല്ലോ. എന്താ പറയാത്തത്? അപ്പോൾ നിങ്ങൾ ഇവരുടെ മുന്നിലൊക്കെ തലകുനിച്ച് നിന്ന് കൊടുത്താൽ അവന്മാർ നിങ്ങൾക്കത് ഭരിക്കും. അതാണ് കണ്ടത്. പിന്നെ ജനസംഖ്യ ആനുപാതികമായ പ്രാതിനിധ്യം എന്നൊക്കെ പറയുന്നതിലൊന്നും കാര്യമൊന്നുമില്ല. ഒരു നാട്ടിലൊരു സാമുദായിക സന്തുലനമുണ്ട്. നിങ്ങൾ യാന്ത്രികമായിട്ട് എല്ലാം തുല്യമാണെന്നോ, എല്ലാം തുല്യമൊന്നുമല്ല. ഡോമിനൻ്റ് കമ്മ്യൂണിറ്റിക്ക് അവരുടേതായ സുപ്പീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടാവും, മറ്റുള്ളവർക്ക് അതിൻ്റേതായിട്ടുണ്ടാവും. നിങ്ങൾ ആത്യന്തികമായ കൂറ ഏത് രാജ്യത്തോടാണ്, എന്തിനോടാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സാദിഖ് അലി തങ്ങൾ എന്താണ് മറുപടി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം പറഞ്ഞത് സത്യം എന്ന് അദ്ദേഹം തെളിയിക്കേണ്ടതുണ്ട്. അതെ, ഇതൊക്കെ ഒരു ഫാക്ടറാണ്. യോ അബ്ദുള്ളനെ പോലുള്ള ആളുകൾക്കൊക്കെ വന്ന് എന്തും പറയാം. ഈ മുജാഹിദിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ചാനലിൽ മുന്നിൽ നിന്നുകൊണ്ട് എന്തും പറയാം. ജനങ്ങളെ മനസ്സതല്ല. നിങ്ങളൊരു സമുദ്രത്തിന് നടുവില്ല. ആ സമുദ്രം നിങ്ങൾ ദ്വീപാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ ബിഹേവ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അസേർട്ട് ചെയ്ത് കുറച്ച് കാശ് വന്നപ്പോൾ, കുറച്ച് വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ അസേർട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നത്. പക്ഷേ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഹാദിയ പോലുള്ള സംഭവം കേരള സൊസൈറ്റി മുമ്പ് ഉണ്ടായിരുന്നു. മുമ്പ് ഇസ്ലാമിനോട് താല്പര്യമുള്ള ഹിന്ദു പെമ്പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കുടുംബത്തിലൊക്കെ വന്നു ചോദിച്ചാൽ എന്താ പറയുമെന്ന് പറയോ? മോളെ ആ മതം ഈ മതമൊക്കെ ഒരുപോലെയാണ്, രണ്ടും വ്യത്യാസമൊന്നുമില്ല, നീ അവിടെ എനിക്ക് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇതൊരാൾ എങ്ങനെ അങ്ങോട്ട് ചാടിച്ചുണ്ടാന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ ഇപ്പം പല കുടുംബങ്ങളിലും, ഹിന്ദു കുടുംബങ്ങളും ക്രിസ്ത്യൻ കുടുംബം മുസ്ലിം പിള്ളേരായിട്ട് ചങ്ങാത്തം കൂടരുത് എന്ന് വരെ പറയുന്ന അവസരമൊക്കെ ഒരു കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ആരോ കൊണ്ടെത്തിച്ച് നമ്മളെ അതിനെപ്പോലുള്ള ആളുകൾ അല്ലല്ലോ ഇവരല്ലേ. ഇതൊക്കെ പ്രശ്നമാണ്. അല്ല, ഈ സംഭവം പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് വിളിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു DYFI പ്രവർത്തകനാണ്. ആ DYFI പ്രവർത്തകൻ്റെ മകൾ രാത്രികാലങ്ങളിൽ പർദ്ദ ധരിച്ചുകൊണ്ട് ചില ഇസ്ലാമിസ്റ്റ് പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ നിസ്കാരം അതുപോലുള്ള പ്രാർത്ഥന അതുപോലുള്ള ടേംസ് ഉപയോഗിക്കൽ ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അത്, കാരണം DYFI ആണല്ലോ, പുരോഗമനവാദിയാണല്ലോ, എതിർത്തില്ല. പക്ഷേ അതിനുശേഷം അതൊരു വിഷയമായി വരാൻ തുടങ്ങിയത് എപ്പോഴെന്ന് വെച്ചാൽ, ഹിന്ദുക്കൾ ആരാധിക്കുന്നതെല്ലാം കല്ലും മണ്ണുമാണ്, തെറ്റാണ്, അങ്ങനെയല്ല, നമ്മൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. ഇത്തരത്തിലുള്ള പരാമർശങ്ങളിലേക്കൊക്കെ തന്നെ പോകാൻ തുടങ്ങി. ഈ അള്ളാഹുവാണ് ശരി, അല്ലെ കല്ലും മണ്ണും തെറ്റാന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അല്ല, ഇത് ഈ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അതാണ് പറഞ്ഞത്. അതിന്റെ ലോജിക്കാണ് ഞാൻ ചോദിച്ചത്. ലോകത്തുള്ള എല്ലാ മതസ്ഥരും പീഡിപ്പിക്കപ്പെടുകയും ലോകത്തുള്ള എല്ലാ മതസ്ഥരും അക്രമത്തിന് ഇരയാവുകയും ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ഇവരുടെ ഒരു ദൈവം നേരിട്ട് വന്നിട്ട് ആരെയും സഹായിച്ചാലും നമുക്കറിയില്ല. മനസ്സിലായല്ലോ. ലോകത്ത് ഏറ്റവും കൂടുതൽ കടന്നുകയറ്റങ്ങൾ നടന്ന രാജ്യമാണ് ഇന്ത്യ. ഹിന്ദുമതം എപ്പോഴും സ്ട്രോങ് ആണ്. ഇവിടെ 80% ആളുകൾ ഇപ്പോഴും ഹിന്ദുക്കളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഹിന്ദുക്കളുടെ ദൈവങ്ങളല്ലേ പവർഫുള്ള്? ഇത്രയും ആയുധവും ശക്തിയായിട്ട് വന്നിട്ട് അവർ റെസിസ്റ്റ് ചെയ്തില്ലേ? നമ്മൾ ലോകം ഭരിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ലോകത്തെ തീവ്രവാദികൾ എന്നാണ് നമ്മളെ മുദ്രകുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തിൻ്റെ പരാജയം അത്? ഈ ദൈവം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അത് പുറത്തുള്ളൊരു സംഭവം കൂട്ടിക്കെട്ടതല്ല. അതിന് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വോട്ട് മേടിക്കേണ്ടതുമല്ല. ഇനി നമ്മുടെ ദൈവമാണ് വലിയ ദൈവം, പിന്നെ നമ്മുടെ ദൈവം ശരിയാണ്, നമ്മുടെ ദൈവം മാത്രമാണ് ശരിയെങ്കിൽ പിന്നെ നമ്മളുടെ നമ്മളെന്തെങ്കിലും പരസ്പരം ഷിയ സുന്നിയാന്ന് അടിക്കുന്നത്, AP മുജാഹിദ് എന്ന് പറഞ്ഞ് അടി ഉണ്ടാക്കുന്നത്? എന്തിനാണ് മുസ്ലിങ്ങളെ കൊല്ലുന്നത്? ഇത് തിരിച്ചു ചോദിക്കണ്ടേ? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഇതൊക്കെ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. ഞാൻ നല്ല മുസ്ലിമാണ്, എനിക്ക് ഇസ്ലാം നല്ല വിശ്വാസമുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും അവിടെ നിന്ന് ഒരാളും കൂടെ ചാടിച്ചുകൊണ്ടുവരിക, എൻ്റെ മതം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുക, പറഞ്ഞിട്ട് ചെയ്യുന്ന ആളല്ല. നിങ്ങളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് അറ്റ് ഓൾ സെക്യുലർ. അതെ, തീർച്ചയായിട്ടും. അല്ല, അത്രേ ഉള്ളൂ. അത് പറയേണ്ട, അത് പേടിച്ച് പറയാതിരിക്കാൻ വേണ്ട. യു ആർ നോട്ട് അറ്റ് ഓൾ സെക്യുലർ. അല്ല, ഈ കുട്ടിയുടെ കാര്യം ഇപ്പോൾ ആ കുടുംബത്തിന് ഒരു ആശങ്കയായിരിക്കുകയാണ്. അത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഈ സാധനം വന്നതിന് ശേഷം പിള്ളേരെ കൺട്രോൾ പോയി കിടക്കുന്നത്, അതായത് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സൊക്കെ ഒരു പങ്കുണ്ട്. പലസ്തീൻ്റെ അവിടെയൊക്കെ എന്തെങ്കിലും നടക്കുമ്പോഴേക്ക് മൊത്തം മുസ്ലിങ്ങളെ പ്രശ്നമായി കണ്ട് ഇവർ ചിത്രീകരിക്കും. അപ്പോൾ ഓൾറെഡി മുസ്ലിങ്ങൾ പറയുന്ന ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും പ്രശ്നം നമ്മുടെ പ്രശ്നമാണ്. പക്ഷേ നമ്മളെ വീട്ടിലൊന്നും പറഞ്ഞ് അടുപ്പിച്ചിട്ടില്ല. നമ്മൾ ലോകത്തുള്ള എല്ലാ കഷ്ടപ്പെടുന്ന മനുഷ്യരെ നമ്മൾ സഹായിക്കണം എൻ്റെ വീട്ടിൽ പറഞ്ഞ് അടുപ്പിച്ചിട്ടുള്ളൂ. അപ്പം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കൂടി ഇങ്ങനെ പറയുമ്പോൾ പിള്ളേരെന്ത് ചെയ്യും? അത് ശരിയാണെന്ന് വിചാരിക്കും. ആ ഏജ് അങ്ങനെയാണ്. അന്നപ്പം എന്ത് ചെയ്യാണ്? അതാണ് ഈ പ്രശ്നം. അത് വളരെ കൃത്യമായി പറയേണ്ടടുത്ത് പറയണം. അത് മനസ്സിലായില്ലേ? അത് പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ RSSനെ നിങ്ങൾ എതിർക്കണം, അതേപോലെ തന്നെ SDPIനെ എതിർക്കണം. RSSനെക്കാട്ടും ഭീഷണി SDPI ആണ്. SDPIൻ്റെ മൂലം സിമിയാണ്. സിമി എന്താണ്? ഈ ലോകത്തുള്ള രാജ്യങ്ങളില്ലാതാക്കി ഖിലാഫത്ത് ഉണ്ടാക്കുക, ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്ന് പറയുന്ന ആളുകളാണ്. ഖിലാഫത്ത് ഇന്ത്യയുടെ ഉള്ളിൽ നിൽക്കുന്നതല്ല, ഇന്ത്യനെ പോലും കൺവേർട്ട് ചെയ്യുന്നതാണ്. RSS ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് ഇന്ത്യയുടെ ഉള്ളിൽ നിൽക്കുന്നത്, പുറത്തു വന്നതല്ല. ഇനിയിപ്പോൾ അതാണ് അതിൽ ഭേദം RSS.
ഇത് രണ്ടുമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഇതിൽ ഭേദം അത് RSS ആണ്. ഇല്ല ആർ എസ് അപ്പോൾ എസ് അപ്പോൾ RSSനെ അതിശക്തമായി എതിർക്കുക, ഇതിനെ വേണ്ട വിധത്തിൽ എതിർക്കാതിരിക്കാൻ ചെയ്യുന്നത് ശരിയാണോ? പക്ഷേ കൺവേർഷന് വേണ്ടി നിൽക്കുന്നില്ലല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞത്. RSS കൺവേർഷൻ വേണ്ടി നിൽക്കുന്നില്ല, അവർക്ക് ഇന്ത്യൻ സംസ്കാരത്തെ ബഹുമാനിച്ചത്. ഞാൻ അതല്ല പറയുന്നത്. പോയിന്റ് ഇവരെന്താ പറയുന്നത്? RSS ഫാസിസ്റ്റ്, മോഡി. ഈ പിള്ളേർക്ക് ഇവരല്ലാതെ വിളിച്ചത് ഫാസിസ്റ്റ്. ഫാസിസ്റ്റ് എന്താന്ന് പോലും അറിയില്ല. എന്നിട്ട് എൻ്റെ ചോദ്യം, ഓക്കെ സമ്മതിച്ചിരിക്കുന്നു, ആണ്, നമുക്ക് RSS ആയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓക്കെ ആയിക്കോട്ടെ, ഫാസിസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ SDPIൻ്റെ പൂർവ്വരൂപമായിട്ടുള്ള PFIൻ്റെ പൂർവ്വരൂപമായിട്ടുള്ള സിമി, അതിൻ്റെ ആളുകളാണല്ലോ മൊത്തം പിന്നെ SDP ആയത്. ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടി വന്നവരല്ലേ അവർ? RSSനെക്കാളും വലിയ ഭീകരവാദികളല്ലേ? RSS ഭീകരവാദികളല്ല കേട്ടോ, ഇൻ ദ സെൻസ് ഇവരെ വാക്കിൽ ഞാൻ പറഞ്ഞത്, ഇത് പറഞ്ഞാൽ അവരുടെ വാക്കിൽ. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ട്രൂലി സെക്യുലർ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ എതിർക്കേണ്ട ആരെ? വിലയല്ലേ? അപ്പോൾ നിങ്ങൾ പറയും ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമാണ്, അതുകൊണ്ട് മുസ്ലിം തീവ്രവാദത്തെ ഹിന്ദു വർഗീയവാദമായിട്ട് ഒരേപോലെ കാണരുത്. എന്താ കണ്ടാൽ? എന്തുകൊണ്ട് കാണാൻ പാടില്ല? വിഷം കുറച്ച് മതി, അത് ഹിന്ദുവിൻ്റെതാണ്, മുസ്ലിമിന് സൈനൈഡ് കുറച്ച് മതി. എക്സാക്ട്ലി, അത്രേ ഉള്ളൂ. അതിനെ നിങ്ങൾ ഒരേ സമയം എതിർത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ഭാഗത്ത് മറ്റേത് സെക്കുലറിസമാവും, മറ്റേ തീവ്രവാദം സെക്കുലറിസമാകുകയും മറ്റേത് വർഗീയവാദമാകുകയും ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മുസ്ലിം തീവ്രവാദം സെക്കുലറിസമാകുന്നു, ഹിന്ദു മതമൗലികവാദം പോലും വർഗീയമാവുന്നു. അപ്പോൾ തെറ്റായ ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മളെ ആളുകൾ, സെക്കുലറിസ്റ്റുകൾ അമ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. യെസ്, അതിൻ്റെ പ്രശ്നമാണ്. കാരണം അങ്ങനെ ആകുമ്പോൾ കുറേ നാൾ ന്യായീകരിച്ചതിനെ പിന്നീട് തള്ളി പറയാൻ സാധിക്കാത്ത അവസ്ഥ വരും. അതെ, അതല്ല, ആ പിള്ളേരുമാവും, ഇത് കാണുന്ന വീട്ടിലെ പിള്ളേരുമാവും. അതാണ് നിങ്ങൾ പറഞ്ഞ സംഭവം. അതെ, പ്രോഗ്രസീവായ കുടുംബത്തിൽ വരുന്ന പിള്ളേർ എന്താവുന്നു? ഒന്നെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ആകുന്നു, അല്ലെങ്കിൽ ഹിന്ദുക്കളാണെങ്കിൽ ഇപ്പം BJP ആവുന്നു. BJP ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നും കണ്ടില്ല, പക്ഷെ മറ്റേത് കുഴപ്പമാണ്. BJP കുഴപ്പം കാണുന്നില്ലെന്ന് വെച്ചാൽ BJP ഇന്ത്യക്ക് പുറത്തല്ല അവിടെ രാജ്യം ലക്ഷ്യമിടുന്നത്, ഇന്ത്യൻ്റെ ഉള്ളിലാണ്. രണ്ടാമത് RSS ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിൽ മറ്റുള്ളവരെ വിഭാവനം ചെയ്യണം എന്നൊക്കെ ആ കോണ്ടക്സ്റ്റ് പറഞ്ഞതാണ്. അവർ അത് ഇന്ത്യൻ സംസ്കാരത്തെ ബഹുമാനിച്ച് പോയാൽ മതിയെന്ന്. മറ്റേതല്ല, നമ്മളെ മതം ആവണം. അല്ല, ഇതിപ്പോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമല്ല ഇതിന്റെ കേന്ദ്രം ഇന്ത്യ അല്ല, സൗദിയാണ്. നമ്മളെ ആളുകൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ RSS ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ കേന്ദ്രം ഇന്ത്യയാണ്. അപ്പോൾ ഇതിൽ രണ്ട് ചൂസ് ചെയ്യാൻ പോകുന്ന എൻ്റെ ചോയ്സ് എൻ്റെ രാജ്യത്ത് തന്നെ ജീവിക്കാൻ എനിക്കിഷ്ടം. RSS പറയുന്ന മതരാഷ്ട്രമാണ് എനിക്ക് താല്പര്യം. ഇത് രണ്ട് ചൂസ് ചെയ്യേണ്ടി വന്നാൽ ഇപ്പം അങ്ങനെയാണ് ആളുകൾ ഇതിൽ ഒന്ന് ചൂസ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇൻഡയറക്റ്റ്ലി. അപ്പോൾ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് സൗദി കേന്ദ്രീകൃതമായിട്ടുള്ള ലോകവീക്ഷണത്തെയാണ്. ഓക്കെ, പറഞ്ഞു തന്നെ പോകണം, അത്രേ ഉള്ളൂ. അല്ല, ഇതിപ്പോൾ അങ്ങനെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നിറം കൂടി കൈവരുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഒരു ബാധ്യത ഇപ്പോൾ UDF നേതൃത്വത്തിന് വരികയാണോ? അത് അവരെ മുന്നിലുള്ള വലിയൊരു പ്രോബ്ലമാണത്. കാരണം ഇവരെങ്ങനെ ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യുന്നത്? ലീഗിനെ സതീശൻ ഇപ്പം നിലക്ക് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. സതീശൻ പക്ഷേ മുഖ്യമന്ത്രി ആവുന്ന എന്താ ഉറപ്പ്? അല്ല, സതീശൻ ഇപ്പോൾ ഇതുവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഇടപെടുകയും നിയന്ത്രിക്കുകയും ചെയ്തു. അവിടെയാണ്. അപ്പോൾ അങ്ങനെ നിയന്ത്രിക്കുന്ന ശക്തനായ ഒരാളെ ഇത്തിരി കാര്യമുള്ളൂ. കോൺഗ്രസ്സിൽ കൂടുതലുള്ളത് ഹിന്ദുക്കളാണ്. കോൺഗ്രസ്സുകാർ, ഞാനുൾപ്പെടെയുള്ള മുസ്ലിങ്ങളായിട്ടുള്ള കോൺഗ്രസ്സുകാർ, എൻ്റെ കുടുംബമാണല്ലോ, ഞങ്ങളെ കാര്യം മൊത്തം ലീഗിന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഇപ്പോഴാണ് അതിന് ചെറുതായിട്ടൊരു മാറ്റം വന്നത്. അതുകൊണ്ടാണ് മുസ്ലിം കോൺഗ്രസ്സുകാരാണ്ടവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവുകയും ചെയ്യേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ അത്രമാത്രം ഇന്ത്യ സാഹചര്യത്തെ പറ്റിയ സാധനം എനിക്ക് തോന്നിയിട്ടില്ല. കോൺഗ്രസ്സാണ് പറ്റിയത്. പക്ഷേ എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു? ഇവർ മുസ്ലിങ്ങളെ മൊത്തം മുസ്ലിം ലീഗിന് എഴുതി കൊടുത്തു. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ മുസ്ലിം ലീഗ് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അപ്പോൾ ഹിന്ദുക്കൾ കൂടുതലുള്ള പാർട്ടിയായ കോൺഗ്രസ്സിന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതൊരു മുസ്ലിം ലീഗിൻ്റെ സമ്മതം വേണ്ടിയിരുന്നു. ഇത് എവിടുത്തെ ന്യായമാണ്? അതാണ്. അല്ല, ഇതിപ്പോൾ വേറൊരു വശം കൂടിയുണ്ട്. ഫഖറുദ്ദീൻ പറഞ്ഞ പോലെ വളരെ സെക്യുലറായിട്ടുള്ള വലിയൊരു വിഭാഗം മുസ്ലിങ്ങളുണ്ട്. ഉണ്ട്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, സെക്യുലറായിട്ട് മുസ്ലിം ഞാനെ കാണാനല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എത്ര ആളുകൾ സംസാരിക്കുന്നുണ്ട്? നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? നിങ്ങളെ മൗനം അവർക്കുള്ള സമ്മതമാണ്. ഈ മതത്തെയും ഈ നാട്ടിലെ സെക്യുലറിസത്തെയും സംസ്കാരത്തെയും നശിപ്പിക്കാൻ നടക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കുള്ള സമ്മതമാണ് നിങ്ങളുടെ മൗനം. അത് നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് ഈ മതത്തിന് മോശമാവുമെന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നതാണ് ശരിക്കും മതദ്രോഹം. മറിച്ച് ഇവരെ എതിർക്കുക എന്നുള്ളതാണ് ഒരു മതവിശ്വാസി ചെയ്യേണ്ടത്. ചെയ്യില്ലല്ലോ. അതെ, ഓക്കെ. അവിടെയാണ് ലിയോ പറഞ്ഞ ഈ പ്രശ്നത്തിൻ്റെ കാതൽ കിടക്കുന്നത് അവിടെയാണ്. കൃത്യമായി അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങളെ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മെ വിഴുങ്ങും. ഹമാസിൻ്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമല്ല, പലസ്തീൻ പ്രശ്നം എല്ലാ മനുഷ്യരുടെയും പ്രശ്നം. ലോകത്തെ പലസ്തീനിൽ പോയിട്ട് ഇസ്രായേലുകാരുടെ ബുൾഡോസർ ചെയ്ത് വെച്ച റേച്ചൽ കാരി, അവർ മുസ്ലിം ആയിരുന്നില്ല, അവർ മനുഷ്യസ്നേഹി ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ല ജൂതത്തി.
നമ്മുടെ ലോകത്തുള്ള എല്ലാ കഷ്ടപ്പെടുന്നവരുടെയും പ്രശ്നം, അതായത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ പ്രശ്നം, പലസ്തീനിലെ മുസ്ലിങ്ങളുടെ പ്രശ്നം, അല്ലെ പലസ്തീനിലെ അറബികളുടെ പ്രശ്നം, അതുപോലെ തന്നെ നൈജീരിയയിലെ മറ്റുള്ള ക്രിസ്ത്യാനികളുടെ പ്രശ്നം, ഇത് നമ്മുടെ പ്രശ്നമാണ്. അല്ല മുസ്ലിങ്ങളുടെ പ്രശ്നം, ഹിന്ദുക്കളുടെ പ്രശ്നം, ക്രിസ്ത്യാനിയുടെ പ്രശ്നം മാത്രമല്ല നമ്മുടെ പ്രശ്നം. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ വർഗീയതയാണ്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ അപ്പോൾ ഇതിന് നമ്മുടെ പ്രശ്നം എന്താണ്? ഈ പറയുന്ന 20 സീറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഈ വോട്ട് എണ്ണം നോക്കിക്കഴിഞ്ഞാൽ LDFനാണ് കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്. പഞ്ചായത്ത് വോട്ടുകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ LDFനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ന്യൂസ് കണ്ടത് അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയം ഈ ഇലക്ഷന് മത്സരിക്കുന്ന പിണറായിയാണ്. പിണറായി കാണിക്കാനുള്ള 10 വർഷത്തെ ഗുഡ് ഗവേണൻസ് ആണ്. പിന്നെ ഒരു സിസ്റ്റം പെർഫെക്റ്റ് ആയിരിക്കില്ല, എല്ലാ സിസ്റ്റത്തിനും ചില വീഴ്ചകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ വീഴ്ചകൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന ലീഡർഷിപ്പാണ് പിണറായി വിജയൻ്റെ ലീഡർഷിപ്പ്. ഭരണവും അങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ മുന്നിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്, അതാണ് കാര്യം. നിങ്ങളുടെ മുമ്പിൽ പെർഫോമൻസ് നോക്കി വോട്ട് ചെയ്യാനുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്. അങ്ങനെ ചെയ്യാത്ത നിങ്ങൾ പലതും കൊണ്ടും പല വർഗീയ ധ്രുവീകരണത്തിനും വർഗീയ വിറ്റ് നടക്കുന്ന പാർട്ടികളെ പിന്നാലെ അവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിലൂടെ ഈ പെർഫോമൻസിനെ മറികടന്നുകൊണ്ട് മറ്റൊരു ഹൈപ്പ് സൃഷ്ടിക്കാനാണെങ്കിൽ പറയേണ്ടത് തുറന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് പിണറായി വിജയൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബാലൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത് താൻ അദ്ദേഹത്തെ മുസ്ലിം ലീഗുകാർ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞതാണ്. അതെ, ശ്രീ വെള്ളാപ്പള്ളി നടേശനെ. കാരണം UDFനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് സഹായിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാമുദായികമായിട്ടുള്ള വിഷയങ്ങളിൽ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഫേവറുകൾ പ്രതീക്ഷിക്കാം, ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കും. പക്ഷേ അധികാരത്തിൽ വന്ന UDF, ലീഗ് ഇവരെല്ലാം വെള്ളാപ്പള്ളി നടേശനെ മറക്കുകയും അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ അവഗണിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർ മലയാളിക്ക് ഒരു പ്രശ്നം വെച്ചാൽ മലയാളി കുറച്ച് സ്വാധീനമുള്ള ആളുകൾ ഒക്കെ പോയി കഴിഞ്ഞാൽ മലയാളി അവിടെ ചുവപ്പ് പരവതാനിട്ട് സ്വീകരിക്കും. പക്ഷേ ഈ സ്വാധീനമുള്ള ആളുകൾ കമ്മിറ്റ്മെൻറ്റോ ഈ പറഞ്ഞ വാക്ക് പാലിക്കണമെന്നില്ല. ഈ വാക്ക് പാലിക്കുന്നവർ പോയി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ പാവം ബെൻസ് കാവുന്നില്ലെങ്കിൽ മുതലാളി അത്ര നന്നായി സ്വീകരിക്കില്ല. ഇങ്ങനെ പ്രശ്നം മുതലാളിക്കുണ്ട്, പറയേണ്ട എല്ലാം പറയണമല്ലോ. പക്ഷേ തുഷാറിന് ഈ പ്രശ്നമല്ല. അല്ല, ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഫാക്ടറുകൾ, അതായത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഫാക്ടറാണ് ഭൂരിപക്ഷ സമുദായം UDFിൽ നിന്ന് അകന്നു പോകുന്നു. ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഒരു ധ്രുവീകരണം ഉണ്ടാകുമോ? ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ LDFന് അനുകൂലമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഇലക്ഷനെ പ്രവചനങ്ങൾക്കപ്പുറം അൺപ്രഡിക്റ്റബിൾ ആക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ലോക്സഭാ ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും ബൈ ഇലക്ഷൻസും നോക്കിക്കഴിഞ്ഞാൽ UDF കൂളായിട്ട് വരേണ്ടതാണ്. പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് UDFിലേക്ക് ഇപ്പം പല കാരണങ്ങൾ കൊണ്ട്. കാരണം ഇവർക്ക് രണ്ട് കൂട്ടർക്കും പിണറായിനെ അവർ വിചാരിച്ച പോലെ കിട്ടുന്നില്ല. അതാണ് അവരുടെ പ്രശ്നം. അവർ തെറ്റിദ്ധരിക്കുന്നു, അവരുടെ പ്രശ്നം അവരുടെ പേരൊന്നുമല്ല. ഏറ്റവും കൂടുതൽ അത്തരം പേരുകാരെ പേര് നോക്കി മാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് CPM-മാർ. അവരുടെ പ്രശ്നം പക്ഷേ അവർ വിചാരിച്ച പോലെ അവരുടെ എല്ലാ തോന്നിയാസങ്ങൾക്കും ഈ ഇദ്ദേഹത്തെ കിട്ടുന്നില്ല. അത് ഇവർ വിചാരിച്ചിരുന്നത് അതായിരുന്നു. അത് പിണറായിന് ഒരു കാലത്തും കിട്ടിയില്ല. അത് അവരുടെ തെറ്റിദ്ധാരണയായിരുന്നു. അപ്പോൾ അവരെ ഡിസൈഡ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഹിന്ദു ഭൂരിപക്ഷം ഉണ്ട്. ഇവർ ഈ പറയുന്നതെല്ലാം അവർ കേൾക്കുന്നുണ്ട്. യെസ്, ഈ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു വലിയ ഒരു പോയിന്റാണ്. മറുവശത്ത് നോക്കുമ്പോൾ BJP ഒരു ശക്തിയായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവർ ഞാൻ ഒരു കാര്യം പറഞ്ഞു, കൺസിഡറബിളായി. അതുണ്ട് BJP രാജീവിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് ഷെയർ അല്ല, സീറ്റാണ് പ്രധാനം. ഈ ഒരു സാഹചര്യത്തിൽ BJP അങ്ങോട്ട് തീരുമാനിക്കുകയാണ് CPM-നെ ജയിപ്പിക്കാൻ പറ്റും. പിന്നെ ഉറപ്പായിട്ടും ഇനി നിങ്ങൾ ഈ പറയുന്ന പോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട് വിചാരിക്കുക. BJP-ന് ഇത്രയും കാലം ആളുകൾ വലിച്ചിട്ടേ ഉള്ളൂ. അത് ഏറ്റവും കൂടെ കോൺഗ്രസ്സുകാരാണ് വലിച്ചത്. അതിന് അവർ BJP-ക്കാരൻ തുറന്നു വന്നിട്ടുണ്ട്, ഞങ്ങൾ വോട്ട് ചെയ്യണം, പകരം 2 സീറ്റ് ജയിപ്പിച്ചിരാന്ന് പറഞ്ഞാൽ ജയിപ്പിക്കില്ല. ഇവിടെ CPM വിചാരിച്ചാൽ BJP-ന് 5-10 സീറ്റ് ജയിപ്പിക്കാനും പറ്റും. ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ അഡ്ജസ്റ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സാമുദായികമായിട്ടുള്ള ഫാക്ടേഴ്സ് നിലനിൽക്കുന്നത് കൊണ്ടായിരിക്കുമോ ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നെങ്കിൽ തന്നെയും ആയിരിക്കുമോ? അതോ മറ്റ് പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങൾ അതിനുണ്ടാകുമോ? സാമുദായികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. മലയാളി പൊതുവെ അടുത്ത കാലം വരെ അങ്ങനെ മതപരമായിട്ടൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ് ഫാസിസ്റ്റ് എന്ന് വിളിച്ച് സെക്കുലർ പാർട്ടികളുണ്ട് കേട്ടോ, വിളിച്ച് ഇപ്പോൾ എല്ലാവരും മതപരമായി ചിന്തിക്കുന്ന അവസ്ഥയായി. ശരിയാണ്. ഈ ക്രിസ്ത്യാനികളൊന്നും അടുത്ത കാലം വരെ മുസ്ലിങ്ങളൊന്നും ഒരു കുറ്റവും പറയില്ലായിരുന്നു. ഇവർ സ്നേഹ സംവാദം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി കൂത്തി അവസാനം സഭാഷ്യം പുന്നക്കലിനെ പോലുള്ള ആളുകൾ വന്ന് ഇപ്പം മുസ്ലിങ്ങളെ പറ്റി എന്ത് വൃത്തികേടാണ് ഈ സേവ സ്പേസ് എന്ന് ആളുകൾ മൊത്തം വിചാരിക്കുന്നത് ഇഷ്ടംപോലെ കല്യാണം കഴിച്ച് നടക്കുന്ന ഒരു വൃത്തികെട്ടവന്മാരുടെ മതം എന്നാണ്. അത് സഭാഷ്യം പുന്നക്കൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റാണ്. സഭാഷ്യം പുന്നക്കൽ ആരാണ് ഉണ്ടാക്കിയത്? ലേവന്മാരാണ്. സ്നേഹ സംവാദം എന്ന് വെച്ച് ക്രിസ്ത്യാനികളെ വിളിച്ച് ചർച്ചയ്ക്ക് അവരെ നാണം കെടുന്ന പരിപാടി ഇന്ന് അടുത്തിട്ട് യൂട്യൂബിൽ ഇടും. ഇതിനൊക്കെ കാരണക്കാരാരാ?
ഇതൊന്നും ഇവർക്ക് മനസ്സിലായി. ഇപ്പം പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിൻ്റെ ശത്രുവായിരിക്കും. മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഓക്കെ. ഇതെല്ലാം കയ്യിൽ നിന്ന് പോയിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പം പിണറായി വിജയനെ തോൽപ്പിക്കാൻ നടക്കുക. അല്ല, ഇപ്പോൾ നമ്മൾ ഈ BJPയുടെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു എന്തായിരിക്കും അവരുടെ സ്ട്രാറ്റജി? നമുക്കൊരു 5 സീറ്റ് ജയിക്കണം, അല്ലെങ്കിൽ ഒരു 10 സീറ്റ് ജയിക്കണം, ബാക്കി സ്ഥലത്ത് നമുക്ക് അത്രേ ഉള്ളൂ. ഓരോ സ്ട്രാറ്റജി അത്ര തന്നെ ഉള്ളൂ. ബാക്കി സ്ഥലത്ത് നിശ്ചയിക്കാം നമുക്ക് ആര് ജയിക്കണം അല്ല അങ്ങനെ തീരുമാനിക്കും. അല്ല, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ അവർ തീരുമാനിച്ചത്, അവർ വിചാരിച്ചിരുന്നത് എന്ന് വെച്ചാൽ പിന്നെ ഒരു വോട്ട് മറിച്ചിട്ടൊന്നുമില്ല പഞ്ചായത്ത് ഇലക്ഷനിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ UDF ഇങ്ങനെ വരികയില്ല. അവർ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ LDF അധികാരത്തിൽ വരും. ഇനി ഫൈറ്റ് വരുന്നത് LDFും BJPയും തമ്മിലാണ് എന്നുള്ളതാണ്. പക്ഷേ ആ പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് തിരിച്ചു വന്നു. ഇപ്പം ഇനി പഞ്ചായത്ത് ഇലക്ഷൻ അങ്ങനെ പൊളിറ്റിക്കൽ ആ അർത്ഥത്തിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. അവർക്ക് നിയമസഭയാണ് ഇമ്പോർട്ടൻറ്റ്. നിയമസഭ സീറ്റുകളുടെ എണ്ണം കൂടി ആ സുഭാഷ് സുരേന്ദ്രനൊക്കെ പോലെ 1-2 തീപ്പെട്ടികൾ സഭയിലെത്തിയ ചിത്രമാകും. മൊത്തം ഇവിടുത്തെ കാര്യങ്ങൾ ആയമൊക്കെ ഡീകൺസ്ട്രക്ട് ചെയ്യും. അപ്പോൾ അവരുദ്ദേശിക്കുന്നത് വെച്ചാൽ നിയമസഭയിൽ കുറച്ച് സീറ്റ് ഉണ്ടാക്കണം. നിയമസഭ സീറ്റ് ഉണ്ടാക്കിയ LDF അധികാരത്തിൽ വന്നാൽ പിന്നെ UDF ഇല്ല. പിന്നെ ഇപ്പം ഈ UDFിൻ്റെ ഈ അയ്യപ്പൻ്റെ പാട്ടൊക്കെ കേട്ട് പിന്നെ UDFിൻ്റെ കൂടെ നിൽക്കുന്ന ഹിന്ദുസിന് നല്ലൊരു പങ്കും BJPൻ്റെ കൂടെ പോകും. അതാണ് അവരുടെ ലക്ഷ്യം. ഈ ശബരിമല വിഷയം ഏത് തരത്തിൽ ബാധിക്കുമെന്നാണ് കരുതുന്നത്? ഇപ്പോൾ അറസ്റ്റും അന്വേഷണവും ഒക്കെ തന്നെ നിങ്ങൾ വേറെ കാര്യം, ഇടതുപക്ഷ BJP സഹയാത്രിക എന്ന് പറയുന്ന പലരും ഇപ്പം പറയുന്നത് ലീഗിനെ നമ്മുടെ കൂടെ കൂട്ടാൻ പറ്റിയ സഹപാഠികളുടെ പാർട്ടിയാണെന്നാണ്. നിങ്ങൾ കണ്ടില്ലേ അത്? നിങ്ങളവിടെ ചർച്ചയ്ക്ക് കളിക്കുന്ന ചില ആളുകളൊക്കെ തന്നെ ലീഗ് തറവാടികളുടെ പാർട്ടിയാണ്. SDPI ആണ് അവർക്ക് തീവ്രവാദി. അത് സത്യമാണ്. ലീഗ് തറവാടികളുടെ പാർട്ടി തന്നെയാണ്. അപ്പോൾ നാളെ അങ്ങനെ ഘട്ടം വന്നാൽ ലീഗ് എന്താ ചെയ്യുക? CPM ഈ പറയുന്ന 4 മന്ത്രി സ്ഥാനം കിട്ടില്ലല്ലോ. എന്നപ്പോൾ പറയണം. ഇപ്പോൾ എന്നെയൊക്കെ എന്താണ് സംഗീതം എന്നൊക്കെ വിളിച്ചറിയാം. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. അപ്പം നിങ്ങൾ സ്വയം കണ്ണാടി നോക്കി സംഗീതം വിളിക്കേണ്ടി വരും. നമ്മളിതുപോലെ ലീഗിൻ്റെ ഈ ചാട്ടം ഒരുപാട് കണ്ട ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ്. ഇന്ത്യ നമ്മുടെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്ത ടീമാണ്. അന്ന് മാപ്പിള സാം വേണമെന്ന് പറഞ്ഞ ടീമാണ്. അങ്ങനെ ജിന്ന അവസാനം പറ്റിച്ച് പോയപ്പോൾ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഈ കിലുക്കത്തിന് ഇന്നസെൻറ്റിനെ പോലെ തിരിച്ചു വന്ന് കോൺഗ്രസ്സുകാരോട് അയ്യോ പിടിച്ചു കയറ്റണമെന്ന് കരഞ്ഞ ടീമാണ്. അതാണ് കുറേ കാലം മിണ്ടാതിരുന്നത്. പിന്നെ 90s കൂടി കുറച്ച് പവറൊക്കെ പൈസയൊക്കെ കിട്ടിയപ്പോഴാണ് ഇപ്പോൾ ഈ അഹങ്കാരം കാണിക്കുന്നത്. ഇനിയും അവരവരുടെ വേരുകൾ വന്നിട്ടില്ലെങ്കിലും ഇഷ്ടമാണ്. എനിക്കത് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൺസിസ്റ്റൻ്റായി പറയുന്നത്. ഈ ഫാസിസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ സൂക്ഷിച്ച് വിളിച്ചോ. അല്ല, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്, അല്ലേ? പിണറായി എഴുതി തള്ളാൻ പറ്റില്ല. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടല്ലേ? അങ്ങനെ പുറത്ത് നിങ്ങൾ വല്ല മാറ്റം കണ്ടു? അങ്ങനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടല്ലേ നിൽക്കുന്നത്? ജനങ്ങൾ പൊതുവെ ഗവൺമെൻറ് പെർഫോമൻസിൽ ആ ശബരിമല വിഷയം തന്നെ ഇപ്പം തിരിഞ്ഞു കണ്ടോ? ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല. കാരണം ഒരു മതമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മതത്തിലെ ആദരണീയരായ ആളുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞാൻ നെഗറ്റീവായിട്ടൊന്നും പറയില്ല. പക്ഷേ വിഷയം തിരിഞ്ഞു വന്നുണ്ടോ? പക്ഷെ എനിക്ക് തോന്നുന്നു ഈ CPM-ൽ പ്രവർത്തിച്ചിരുന്ന ഈ പത്മകുമാർ മറ്റ് അത് ഞാൻ കഴിഞ്ഞ അതല്ലേ നിങ്ങളോട് പറഞ്ഞു ഇവരൊക്കെ ഡ്രോപ്പ് ഇൻ ചെയ്തതാണ്. സ്റ്റിൽ ഞാൻ പറയുന്നു ഇത് ഒരു ഗ്ലോബൽ അജണ്ടയാണ്. ഇവരെ ഡ്രോപ്പ് ഇൻ ചെയ്തതാണ്. ഇപ്പോൾ ഈ പറയുന്ന തന്ത്രിക്ക് അതിൽ പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തെ പോലും ആ രീതിയിലേക്ക് കൊണ്ടുവന്നതായിരിക്കണം. അന്ന് പറഞ്ഞ നമ്മൾ അന്ന് സംസാരിച്ച അതിലൊരു മാറ്റമില്ല. കോൺസ്പിറസിയാണ്. നിങ്ങൾ ഈ കാണുന്ന ഒരു ഇലക്ഷനോടോ ഒരു 10 വർഷത്തോടോ കൂടി അവസാനിക്കുന്നതല്ല ഇത്തരം കോൺസ്പിറസികൾ. 100 വർഷം 200 വർഷത്തെ പ്ലാനാണ് ഈ ഹിന്ദുവിസത്തെ അവസാനിപ്പിക്കാൻ. ഓക്കെ, ഹിന്ദുവിസത്തെ മാത്രമല്ല, ആദ്യം ഹിന്ദുവിസം പിന്നെ ഇസ്ലാം, ഗ്ലോബൽ ഒറ്റ മതത്തിൻ്റെ അണ്ടറിൽ എല്ലാം കൊണ്ടുവരണം. അതിന് വേണ്ടി നമ്മുടെ 2 മതങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഫൈനൽ അജണ്ട. സുറിയൻ ക്രിസ്ത്യാനിയൊക്കെ അതില്ല. അത് പോപ്പ് ജോൺ പോൾ മാപ്പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത 1000 വർഷം കൊണ്ട് ആഫ്രിക്കൻ ഏഷ്യയും കൂടി ഇസ്ലാമിക ക്രൈസ്തവവൽക്കരിക്കണം. ഇതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അത് അന്ന് ന്യൂ ഇയർ 2000-ൻ്റെ തുടക്കത്തിൽ ന്യൂ ഇയർ ടോക്കിൽ പറഞ്ഞതാണ്. പിന്നെ കഴിഞ്ഞ 2 നൂറ്റാണ്ട് കൊണ്ട് എന്ത് ചെയ്തു? അമേരിക്കനെയും യൂറോപ്പിനെയും പൂർണ്ണമായി ക്രൈസ്തവവൽക്കരിച്ചു. ഉദ്ദേശം ഈ 2 കോണ്ടിനെൻറ്റുകളെ കൂടി ക്രൈസ്തവവൽക്കരിക്കുന്നത്. അപ്പോൾ ഈ 2 കോണ്ടിനെൻറ്റിലുള്ളവരാണ്. ഇന്ത്യയിൽ മാത്രമേ ഹിന്ദുക്കളുള്ളൂ, ബാക്കി സ്ഥലങ്ങൾ മുസ്ലിങ്ങളാണ്, പിന്നെ ആദിവാസികളുമാണ്. അതാണ് ഉദ്ദേശം. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഈ പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മളെ ലോകം ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ മുസ്ലിങ്ങളെയും കൂടി ലോകം ഇത് ഉള്ളിൽ കിടക്കുന്ന ഒരു വികാരമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കേരള പൊളിറ്റിക്സിൽ ഇപ്പോൾ കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയേറ്റെങ്കിലും അവരെ എഴുതിത്തള്ളാനായിട്ടില്ല. കാരണം ഒന്ന് മാത്രം, പിണറായി വിജയൻ എന്ന നേതാവ്. പിണറായി വിജയൻ്റെ ഫൈറ്റായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത് എന്നാണ് ഫക്രുദ്ദീൻ അലി പറഞ്ഞിരിക്കുന്നത്. പിണറായി വിജയൻ്റെ നേതൃവൈഭവം, തന്ത്രങ്ങൾ 140 മണ്ഡലങ്ങളിലും പിണറായി വിജയനാണ് സ്ഥാനാർത്ഥി.
അങ്ങനെ ആയിരിക്കും. അതാണ് CPM പാർട്ടി സെറ്റപ്പ് ഒന്നല്ല. ഉം, ഉം. പാർട്ടി സെറ്റപ്പ് ആ ഇഷ്ടമാതിരി പ്രവർത്തിക്കുന്നതേ ഉള്ളൂ. പിണറായി വിജയനാണ് സ്ഥാനാർത്ഥി 140 മണ്ഡലങ്ങൾ. ഓക്കെ, വോട്ട് ഫോർ പിണറായി ആണ് അത് ശരി. എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരങ്ങനെ പറയുന്നില്ല. ഉം, ഇപ്പോൾ BJP-ക്കാർ പക്ഷേ പറഞ്ഞിട്ടുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും മോഡിയാണ് സ്ഥാനാർത്ഥിയെന്ന്. ഉം, ഉം. ഇവരിങ്ങനെ പറയാനും പോകുന്നില്ല, പിണറായിയാണ് സ്ഥാനാർത്ഥി. പിണറായി അദ്ദേഹം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ആ ഭരണ മികവ് കൊണ്ടാണ്. ഉം. അതാണ് അദ്ദേഹത്തെ കോൺഫിഡൻസിൻ്റെ അടിസ്ഥാനം. പിണറായി CPM എന്നുള്ള പാർട്ടി ഒന്നല്ല, പിണറായിയാണ് സ്ഥാനാർത്ഥി. ഓക്കെ, അത് ശരി. പണ്ട് നമ്മൾ ഇത് പറഞ്ഞതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് അത് കേട്ടിരുന്നു, വിജയ് പറഞ്ഞത് എല്ലാ മണ്ഡലങ്ങളിലും ഞാനാണ് അത് സ്ഥാനാർത്ഥി. തന്നെ പിണറായിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഹി ബിലോങ്സ് ടു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിണറായിയാണ് സ്ഥാനാർത്ഥി. ഓക്കെ, പിണറായി എന്നുള്ള ഭരണാധികാരിയാണ് സ്ഥാനാർത്ഥി. അപ്പം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു ഈ അടിത്തട്ടിലെ ഗുണ്ടായിസം, പാർട്ടിയുടെ നേതാക്കളുടെ അടിത്തട്ടിലെ ഗുണ്ടായിസം, ഈ ഇടത്തട്ടിലെ ഗുണ്ടായിസം, ഇതിനൊക്കെ തന്നെ കൃത്യമായൊരു നിയന്ത്രണം ഇനി അങ്ങോട്ട് ഉള്ള മാസങ്ങളിൽ ഉണ്ടാകും. പിണറായി കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കും, അദ്ദേഹത്തിൻ്റെ ഏജന്റുകൾ. ഇപ്പം തന്നെ വന്നല്ലോ ഈ പറഞ്ഞ അഹങ്കാരം കാണിച്ച ടീംസ് ഒക്കെ ഇപ്പം നിയമസഭ പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ കണ്ടോ, ഒരുമാതിരി വെള്ളത്തിൽ വീണ പൂച്ചനെ പോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ. ഈ കമ്മ്യൂണിസ്റ്റ് അഹങ്കാരം കൂടാൻ വളരെ ബേസിക്കലി നമ്മൾ ഈ മുസ്ലിങ്ങളെ കൊണ്ട് പറഞ്ഞതിൻ്റെ കാര്യം നമ്മളാണ് ശരിയെന്നുള്ള ചിന്താഗതി വെച്ചെടുക്കുന്ന ആളുകൾ കമ്മ്യൂണിസ്റ്റ്. അത് അഹങ്കാരം കൂടുതലാണ് പൊതുവെ. അഹങ്കാരം അവർക്ക് തീരെഴുതി കൊടുത്ത അപ്പോൾ തുടർച്ചയായി ഞങ്ങൾ അഹങ്കാരം ഭയങ്കരമാവും. അപ്പോൾ ഇടയ്ക്ക് ഒരു അടി കിട്ടുന്ന നല്ലതാണ്. അതാണ് ഇനി ഇത് മനസ്സിലാക്കി പിണറായി തന്നെ ബോധവും വലിച്ചതാണ്. പിണറായി ഒക്കെ ചെയ്യും, തോറ്റുകൊടുത്ത് മൂപ്പര് നിയമസഭ മാത്രമാണ് മൂപ്പര് ലക്ഷ്യം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല. ഓക്കെ, അവസാനത്തെ ആ ഫൈനൽ ലാപ്പിന് ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളൊക്കെ അങ്ങനെ മണ്ടന്മാരാണ്. കാരണം ഇവരമ്മമാരൊന്ന് അലേർട്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ആമയുടെ അവസ്ഥയായി പോകുമല്ലോ, മുയലിൻ്റെ അവസ്ഥയായി പോകും. അത് നിങ്ങൾക്ക് പിണറായി മനസ്സിലായില്ല. ഞാൻ പറയും ഈ ഭ്രാന്ത് പറയാമെന്ന്. അങ്ങനെ തോറ്റു കൊടുത്തിട്ട് അങ്ങയുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ എല്ലാം പിണറായിയുടെ തന്ത്രങ്ങളാണ്. പിണറായിയും എതിരാളികൾ തമ്മിലുള്ള പോരാട്ടമാണ് കാണാൻ പോകുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ ഏതാണ് കൃത്യം തന്നെ ഇപ്പം ഇലക്ഷനെങ്കിലും പിണറായിയും സതീശൻ തമ്മിലുള്ള ഫൈറ്റാണ് വരാൻ പോകുന്നത്. പിണറായി സതീശൻ ഫൈറ്റ്. അതിനിടയ്ക്ക് രാജീവ് ഒരു കറുത്ത കുതിരയാകും. യെസ്, അതാണ്. അതിനപ്പുറം വേറെ ഒന്നും പറയാനില്ല. ഇവിടെ ആരായിരിക്കും ജയിക്കുക, പിണറായി സതീശൻ പോരിൽ ആരായിരിക്കും ജയിക്കുക എന്ന് അറിയാൻ കാത്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും ടൈറ്റ് ഫൈറ്റാണ്, ക്ലോസ് കോൺടെസ്റ്റാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടലുകൾ അത് കൃത്യമായിരിക്കും, നിർണായകമായിരിക്കും. കാത്തിരിക്കാം ഈ ശക്തമായ പോരാട്ടത്തിനും അതിനോടൊപ്പം തന്നെ ഫോട്ടോ ഫിനിഷിനുമായി. വളരെയധികം നന്ദി ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.